എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ ആക്രമണങ്ങളിലും വ്യക്തിഹത്യയിലും ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം. കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജഡ്ജിയെ പരസ്യമായി അപമാനിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്നും കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, എന്താണ് ഹൈക്കോടതിയിൽ നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, കഴിഞ്ഞ ദിവസം നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് ശേഷം വിചാരണ കോടതി ജഡ്ജിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഒപ്പം വ്യക്തിഹത്യയും ഒക്കെ നടക്കുന്നതായിട്ടാണ് കണ്ടത്. അതായത് അഭിഭാഷകരടക്കം, പ്രത്യേകിച്ച് അതിജീവിതയുടെ അഭിഭാഷകയടക്കം വലിയ രീതിയിൽ ഈ ജഡ്ജിക്കെതിരെ മുന്നോട്ട് വരുന്ന കാഴ്ചകൾ കണ്ടു. മാത്രമല്ല, സൈബർ ഇടങ്ങളിലും വലിയ രീതിയിലുള്ള വ്യക്തിഹത്യകളും മറ്റ് അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ജഡ്ജിയെ പരസ്യമായി അപമാനിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് നിവേദനത്തിൽ പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിനിമ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ പ്രതികരിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന്, സിനിമാ സംഘടനകളിൽ നിന്നുള്ള പലയിടങ്ങളിലും നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ഈ ജഡ്ജി അപമാനിക്കുന്ന തരത്തിൽ, അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും നടന്നിരുന്നു. അതിലാണ് ഇത്തരത്തിലൊരു നിവേദനം വന്നിരിക്കുന്നത്. മാത്രമല്ല, അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഈ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചാണ് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ അധിക്ഷേപങ്ങളിൽ നടപടി വേണം, കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയ നിവേദനത്തിലെ ആവശ്യം. ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ.